സൗഖ്യമായ കുരുടനെ അവൻ സൗഖ്യമായി കഴിഞ്ഞ ശേഷം പിന്നെ യേശുവിനെ കണ്ടിട്ടില്ല. അവൻ ഹീലായി, നാട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം നടക്കുക. പക്ഷെ അവൻ സൗഖ്യമായതിനു ശേഷം പിന്നെ അവനെ യേശു വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു സംഭവം ഉണ്ട്. ആ സംഭവം ഉണ്ടായപ്പോ അത് യേശു അറിഞ്ഞു. അതറിഞ്ഞപ്പോ യേശു അവനെ കാണാൻ വന്നു. എല്ലാവരും അവനെ കൈയൊഴിഞ്ഞു, എല്ലാവരും അവനെ പുറത്താക്കി, എല്ലാവരാലും അവൻ ഒറ്റപ്പെട്ടു എന്ന വാർത്ത യേശുവിന്റെ കാതിലെത്തിയപ്പോൾ യേശു അവനെ കാണാൻ വന്നു. ഞാൻ ഇവിടെ ഇരുന്നോണ്ടൊരു വാക്ക് പറയാം, നാട്ടുകാര് പുറത്താക്കിയവനെ യേശു അകത്താക്കും. ഭാവി നഷ്ടപ്പെട്ടവൻ യേശു അവനെ കണ്ടതിനാൽ അവനൊരു പുതിയ ഭാവി ഉണ്ടായി. വേഗത നഷ്ടപ്പെട്ടവൻ വേഗതയുള്ളവന്, പുതുമ നഷ്ടപ്പെട്ടവൻ അവന്റെ ജീവിതത്തിൽ സകലത്തെയും കർത്താവ് പുതുതാക്കി മാറ്റി. കുരുടന്മാർക്ക് വേഗതയില്ല, അറിയാം. നിങ്ങളെപ്പോലെ സ്പീഡില്ല. പെതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാഴ്ചയില്ലാത്തവർക്ക് പെതുക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും, പെതുക്കെ വണ്ടി കയറാൻ പറ്റും, പെതുക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും, പെതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരെ സ്ലോയിലാണ് വേഗത നഷ്ടപ്പെട്ടവൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേകത, നഷ്ടപ്പെട്ട വേഗതകളെ അവൻ തിരിച്ചു തരും. 5 കൊല്ലം കൊണ്ട് കായ്ക്കേണ്ട ബദാം ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തള്ളുന്നു. 7 ദിവസം കൊണ്ട് ഓടിയെത്തേണ്ട ഹോരേബ് പർവ്വതത്തിൽ നീ ഒറ്റ ദിവസം കൊണ്ട് ഓടിയെത്തും. 5 കൊല്ലം എടുത്തുണ്ടാകേണ്ട മുന്തിരിച്ചാറ് വീഞ്ഞ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ശ്രേഷ്ഠമേറിയ വീഞ്ഞാകും. നീ പുറകിലായി പോയെടുത്തുനിന്ന് ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവരും. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? പുതുമ നഷ്ടപ്പെട്ടവൻ. എന്താണ്? കുരുടന്മാർക്ക് എന്തെങ്കിലും പുതുമയുണ്ടോ? പുതിയ ഷർട്ട്, പുതിയ പാൻസ്, പുതിയ വീട്, പുതിയ കാറ്, ഇതുവെല്ലാം കുരുടന്മാർക്കുണ്ടോ? പുതുമയില്ലാത്തവനാണ് കുരുടൻ. അവനൊന്നും പുതുമയില്ല. അവൻ്റെ മുമ്പിൽ ഒറ്റ കളറേ ഉള്ളൂ, അത് ഇരുട്ടാണ്. എന്നാൽ ഒരുവനെ യേശു കണ്ടാൽ, ഒരുവനെ യേശു തൊട്ടാൽ സകലവും പുതുതാകും. ഈ ജീവിതത്തിൽ പുതുമ നഷ്ടപ്പെട്ടവരാരെങ്കിലും ഇടിരിപ്പുണ്ടോ? അങ്ങനെയുള്ളവരുണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ പൊന്നു ബ്രദറെ, രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കള ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, പണിക്ക് പോകുന്നു, രാത്രി വരുന്നു, കിടന്നുറങ്ങുന്നു, അടുത്ത ദിവസം രാവിലെ എണീക്കുന്നു. ജീവിതത്തിൽ എല്ലാം ഇങ്ങനൊരു സൈക്കിള് പോലെ പോവാണ്. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, പുതിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ ദിവസവും ഒരുപോലെ, എല്ലാ വർഷവും ഒരുപോലെ. അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, ഇന്ന് നിന്റെ ജീവിതത്തിന് വേണ്ടി ദൈവം ചിലത് പുതുതായി എഴുതി ചേർക്കുകയാണ്. എന്നെ കുറിച്ച് ഞാൻ എഴുതുന്നതല്ല, ദൈവം ചിലത് എഴുതി ചേർക്കും. യെശയ്യാ 43:18-19 മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. നിർജ്ജനമായ പ്രദേശത്ത് നീരൊഴുക്കുകൾ ഉണ്ടാവുന്നു, നദി ഉണ്ടാവുന്നു. വിൽഡർനെസ്സിൽ റിവർ ഉണ്ടാവുന്നു. നിങ്ങൾ ഒരു വലിയ വിൽഡർനെസ്, വലിയൊരു മരുഭൂമി വരച്ചാൽ ആ മരുഭൂമിയുടെ നടുക്കൂടെ ഒഴുകുന്ന നദി വരയ്ക്കുവോ? മരുഭൂമിയുടെ നടുക്കൂടെ ഒരു നദി ഒഴുകുന്ന പടം വരയ്ക്കുവോ? വരയ്ക്കില്ലല്ലോ. അപ്പൊ ഒരു വരപ്പുകാരനും നമുക്കൊന്നും നമ്മുടെ ബ്രെയിൻ അകത്ത് പോലും നമുക്ക് ചിന്തിക്കാനോ ഇമാജിൻ ചെയ്യാനോ പോലും പറ്റാത്ത കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. സൗഖ്യമായ കുരുടനെ അവൻ സൗഖ്യമായി കഴിഞ്ഞ ശേഷം പിന്നെ യേശുവിനെ കണ്ടിട്ടില്ല. അതറിയാം നിങ്ങൾക്ക്? വായിച്ചിട്ടുണ്ടോ? അവൻ ഹീലായി, നാട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം നടക്കുക. പക്ഷെ അവൻ സൗഖ്യമായതിനു ശേഷം പിന്നെ അവനെ യേശു വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായപ്പോ അത് യേശു അറിഞ്ഞു. അതറിഞ്ഞപ്പോ യേശു അവനെ കാണാൻ വന്നു. അതെന്നാന്നറിയാവോ? യോഹന്നാൻ 9:35 അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് യേശു കേട്ടു. എന്ന് വെച്ചാൽ നാട്ടുകാര് അവനെ പുറത്താക്കി, അവനെതിരായി എന്ന് യേശു കേട്ടപ്പോൾ യേശു അവനെ കാണാൻ വന്നു. എല്ലാവരും ഒറ്റപ്പെടുത്തിയവനെ കാണാൻ ആരും വരാനില്ലെങ്കിലും അവന്റെ മുറിയിൽ ഇറങ്ങി വരുന്ന, അവന്റെ ഭവനത്തിൽ കടന്നു വരുന്ന, അവനെ തിരക്കി വരുന്ന, അവനെ അന്വേഷിച്ചു വരുന്ന ഒരു നല്ല ദൈവം അവനുണ്ട്, ഒരു നല്ല കർത്താവ് അവനുണ്ട്.
ഭാവി നഷ്ടപ്പെട്ടവൻ യേശു അവനെ കണ്ടതിനാൽ അവനൊരു പുതിയ ഭാവി ഉണ്ടായി. വേഗത നഷ്ടപ്പെട്ടവൻ വേഗതയുള്ളവനായി. പുതുമ നഷ്ടപ്പെട്ടവൻ അവന്റെ ജീവിതത്തിൽ സകലത്തെയും കർത്താവ് പുതുതാക്കി മാറ്റി.